നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക കൊട്ടിഘോഷിക്കുന്ന അവരുടെ വജ്രായുധങ്ങൾ ഇറാന് വെറും കളിപ്പാട്ടമെന്നാണ് ഖമനേയിയുടെ അധിക്ഷേപം. ഇസ്രയേൽ ഓലപ്പാമ്പ് കാണിച്ച് വിരട്ടാൻ നിൽക്കുന്നുവെന്നും ഖമനേയി പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കൻ ആയുധ വിപണിക്ക് ഇളക്കം തട്ടുന്നു. യുഎസിന്റെ ആയുധ കരുത്ത് എന്താണെന്ന് ഇറാനെ ബോധ്യപ്പെടുത്താമെന്ന് തിരിച്ചടിച്ച് വൈറ്റ് ഹൌസ് രംഗത്തേക്ക് വന്നിരിക്കുന്നു. പശ്ചിമേഷ്യൻ പോർക്കളത്തിലേക്ക് അമേരിക്ക ഇറങ്ങിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തവും നൂതനവുമായ യുദ്ധവിമാനമായാണ് അമേരിക്കയുടെ പുതിയ തലമുറ വിമാനമായ F-35 അറിയപ്പെടുന്നത്. ഇസ്രയേൽ ഉപയോഗിച്ച അക്രമകാരിയായ ഇത്തരം 3 വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടതായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ തെളിവുകൾ ഇറാൻ പുറത്തേക്ക് വിട്ടിട്ടില്ല. എന്നാൽ ഇസ്രയേൽ ആകട്ടെ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ട് ഇറാനെ പൂട്ടുന്നുമുണ്ട്. F-35 ആക്രമിക്കപ്പെട്ടുവെങ്കിൽ അത് യുഎസിന് കനത്ത തിരിച്ചടിയാണ്. റഷ്യയിൽ നിന്നും മുൻപ് ഇറാൻ വാങ്ങിയ S-300 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിലൊന്ന് വെടിവെച്ചിട്ടതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. S-400ന്റെ മുൻഗാമിയാണ് S-300 സിസ്റ്റം. ഈ സംഭവം അമേരിക്കൻ ആയുധ വിപണിയെ ഉലച്ചതോടെ തങ്ങളുടെ F-35 നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വാദവുമായി ഇസ്രയേൽ ഇപ്പോൾ രംഗത്തേക്ക് വരുന്നു. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ 100 കണക്കിന് മിസൈലുകളാണ് പതിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല. ജെറുസലേമും ടെല്ലവീവും ഉൾപ്പെടെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. 1000 കോടി വിലയുള്ള 3 F-35 വിമാനങ്ങൾ ഒറ്റയടിക്ക് ഇസ്രയേലിന് നഷ്ടമായിരിക്കുന്നു. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രയേലിൽ എത്രമാത്രം നഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ അവർ പുറത്തുവിടുന്നില്ല. ഇറാന് നേരെ ആക്രമണം തുടരുന്നിടത്തോളം കൂടുതൽ നാശനഷ്ടം ഇസ്രയേലിനും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇറാൻ ലോകരാജ്യങ്ങളോടും വിളിച്ചു പറയുന്നത്. ഇറാൻ വെടിവെച്ചിട്ടു എന്ന് പറയുന്ന F-35 വിമാനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും വാങ്ങാൻ കരാറായിട്ടുണ്ട്. ഒരു രാജ്യത്തിനും വെടിവെച്ചിടാൻ കഴിയാത്ത യുദ്ധമുഖത്തെ ഗെയിം ചേഞ്ചറായി അമേരിക്ക ലോകത്തിന് പരിചയപ്പെടുത്തിയ F-35 ഇറാൻ വെടിവെച്ചിട്ടു എന്ന ഇറാൻ വാദത്തിന്റെ മുനയൊടിക്കേണ്ടതും സത്യാവസ്ഥ ലോകത്തോട് വെളിപ്പെടുത്തേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ്. അമേരിക്കൻ വിമാനത്തിന് ഓർഡർ ചെയ്ത രാജ്യങ്ങൾ പുനർവിചിന്തനം നടത്തണമെന്നും കരാർ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്നും ഇപ്പോൾ ഇറാൻ തുറന്നടിക്കുന്നു. ഇതോടെ കലിയിളകി നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ആണവ കരാറിൽ ഒപ്പിടാൻ സൗകര്യമില്ലെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കയുടെ വായിൽ വിരലിട്ട് കറക്കിയ ഇറാനോട് ആകെ മൊത്തം ഇടഞ്ഞു നിൽക്കുന്ന അമേരിക്ക ഈ സംഭവവും കൂടി ആയതോടെ രണ്ടും കെട്ടിറങ്ങിയിരിക്കുകയാണ്. ഏതൊരു എതിരാളിക്കെതിരെയും പൈലറ്റുമാർക്ക് വലിയ മുൻതൂക്കം നൽകുകയും ആക്രമണം നടത്തി സുരക്ഷിതമായി തിരിച്ചെത്താൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന വിമാനമായാണ് F-35 അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇറാൻ തകർത്ത F-35 വിമാനത്തിൽ നിന്നും ഒരു വൈമാനികനെ പിടികൂടിയതായാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇപ്പോൾ നടത്തിയതിന്റെ 20 മടങ്ങ് ശക്തിയുള്ള ആക്രമണം ഉടൻ നടക്കുമെന്നാണ് ഇറാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ഭൂഗർഭ അറകളിലെ മിസൈലുകളും വൻതോതിൽ ഇറാൻ പുറത്തെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആക്രമണം തുടങ്ങിവെച്ചത് ഇസ്രയേൽ ആണെങ്കിലും ഈ ആക്രമണം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം തുറന്നടിച്ചിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും തീരുമാനിച്ചുകൊള്ളൂ, ഇറാന്റെ തലയെടുക്കുന്നതായിരിക്കും ഒടുക്കം സംഭവിക്കാൻ പോകുന്നതെന്ന് ഇസ്രയേൽ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇറാന്റെ ഫാർസ് ന്യൂസ് റിപ്പോർട്ട് പ്രകാരം വരും ദിവസങ്ങളിൽ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും സംഘർഷം വ്യാപിക്കുമെന്നാണ് മുതിർന്ന ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അമേരിക്കൻ സഹായത്തോടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് അതേ രൂപത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇറാൻ നിലവിൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് മറുപടിയായി ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഇസ്രയേലിൽ സുരക്ഷിതമായ ഒരിടവും ഉണ്ടാകില്ലെന്നും ഇറാന്റെ പ്രതികാരം അത്യന്തം വേദനാജനകമായിരിക്കുമെന്നുമാണ് ആയത്തുള്ള അലി ഖമനേയി വെല്ലുവിളിക്കുന്നത്. ഇക്കാര്യം ഇറാന്റെ സുഹൃത്തുക്കളായ രാഷ്ട്ര തലവന്മാരെയും ഇറാൻ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ഇത്രയും കലിയിളകുന്നത് അവരുടെ ആണവ കോട്ടകൾ ചിതറിത്തെറിച്ചിട്ടുണ്ട്. നതാൻസ് പൂർണ്ണമായും കത്തി അമരുകയാണെന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ അധികാരത്തിലെത്തിയതു മുതൽ പറയുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ അമേരിക്കൻ കൂട്ടം പേപ്പട്ടിയാണ്, രക്തരക്ഷസാണെന്ന് പ്രഖ്യാപിക്കുന്ന ഖമനേയി ഇരു രാജ്യങ്ങളെയും തീർക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്.
ഈ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രോക്സികളായ ട്രിപ്പിൾ എച്ചിനെ ആയുധവും ഫണ്ടിങ്ങും കൊടുത്ത് സഹായിക്കുന്നതും സംരക്ഷിക്കുന്നതും. ഇറാൻ ജനത സുരക്ഷിതരും പഴയ പ്രതാപത്തിലേക്കും എത്തണമെങ്കിൽ ഖമനേയിയെ തുടച്ചു നീക്കണമെന്ന പക്ഷക്കാരനാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഖമനേയി ഉള്ള കാലത്തോളം ആണവ കരാറിൽ ഇറാനെ ഒപ്പുവെപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുകയുമില്ല. പരമോന്നതന് കുറിവെക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ട്രംപ് എന്ന സൂചനകളും പുറത്തേക്ക്. ഇസ്രയേലിൽ ആക്രമണം നടത്തുന്നതിന് പുതിയ മിസൈലുകൾ പുറത്തെടുത്തിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ ഏറ്റവും പുതിയ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിനെതിരെ നടത്തിയ ഒടുവിലത്തെ ആക്രമണത്തിൽ ഉപയോഗിച്ചതെന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഹജ് ഖാസിം എന്ന് പേരിട്ട ഈ മിസൈലുകൾ ഇസ്രയേലിൽ കനത്ത നാശം വിതച്ചതായും ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിൽ സ്ഥാപിച്ചിരിക്കുന്ന യുഎസിന്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും ഇസ്രയേലിന്റെ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിയുന്നതാണ് പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നത്. മെയ് ആദ്യത്തിലാണ് ഈ മിസൈൽ നേരത്തെ ഇറാൻ പുറത്തിറക്കിയത്. 1200 കിലോമീറ്ററോളം റേഞ്ചുള്ള ഈ ബാലിസ്റ്റിക് മിസൈലിന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് മുന്നേറാനാകുമെന്നും ഇറാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2020 US വധിച്ച ജനറൽ ഖാസിം സുലൈമാനിയോടുള്ള ആദര സൂചകമായാണ് പുതിയ ബാലിസ്റ്റിക് മിസൈലിന് ഇറാൻ ഹജ് ഖാസിം എന്ന പേര് നൽകിയത്. ഈ മിസൈലുകൾ ഇസ്രയേലിലെ ബാറ്റിയാം, ടെല്ലവീവ്, കിഴക്കൻ ഹൈഫയിലെ ടാമ്ര തുടങ്ങിയ മേഖലകളിലേക്ക് ഇറാൻ പ്രയോഗിച്ചിട്ടുണ്ട്. ടാമ്രയിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. ഇറാന്റെ തലപിളർക്കുന്ന അടിയാണ് ഇസ്രയേൽ തിരിച്ചുകൊടുത്തത്. ടെഹ്റാനിലെ ഇറാൻ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് നേരെയും പ്രധാന എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായി. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുന്ന നടപടിയാണ് ഇസ്രയേൽ പുറത്തെടുത്തിരിക്കുന്നത്. എണ്ണ സംഭരണശാലകളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ വൻ അഗ്നിബാധയുണ്ടായിട്ടുണ്ട്. ഇതുവരെ അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ ഇറാനിലെ വിവിധ ഇടങ്ങളിലായി 60ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇറാനെതിരായ സൈനിക നടപടികൾ ദിവസങ്ങളല്ല ആഴ്ചകളോളം നീളുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ അചഞ്ചലമായ അംഗീകാരത്തോടെയാണ് ഇസ്രയേലിന്റെ സൈനിക നടപടികൾ മുന്നോട്ടു പോകുന്നതെന്നും CNN റിപ്പോർട്ട് ചെയ്തു. ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിയെ സ്വകാര്യ ചർച്ചകളിൽ ട്രംപ് ഭരണകൂടം വിമർശിച്ചിട്ടില്ലെന്ന് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ CNN-നോട് പ്രതികരിച്ചു. ഇസ്രയേലിന്റെ പദ്ധതികളെക്കുറിച്ച് US ഭരണകൂടത്തിന് അറിയാമെന്നും ഇസ്രയേലിന് പരോക്ഷമായ പിന്തുണയുണ്ടെന്നും വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥനും പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ചേർന്ന് ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്.